പ്രിയപ്പെട്ട പുരുഷ സഹോദരന്മാരെ, പുരുഷ സുഹൃത്തുക്കളെ, ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ കഴിയുന്നതും സ്ത്രീകളുടെ അടുത്ത് നിന്നും മാറി യാത്ര ചെയ്യുക, മാറി നിൽക്കുക. പിന്നെ അടുത്തിരിക്കേണ്ടി വന്നാൽ ഇടയ്ക്ക് ഒരു ബാഗോ എന്തെങ്കിലും വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറെങ്കിലും വയ്ക്കുക, ഇങ്ങനെ മാറിയിരിക്കുക. കാരണം കാലം ഇതാണ്. സ്ത്രീ ഒരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്ക എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ദീപക്കിൻ്റെ ആത്മഹത്യാ വാർത്തയൊക്കെ കേട്ടതേ ഉള്ളൂ. ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ അവർ മുസ്ലിം ലീഗിൻ്റെ ഒരു പാർട്ടാണ്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അവർ ഊരിപ്പോകാൻ പറ്റും. കാരണം മാത്രമല്ല, അവർ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വക്കീലന്മാരെ വെച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ഊരിപ്പോരും. നഷ്ടപ്പെട്ടത് ഒരു കുട്ടിക്ക് ഒരു അച്ഛനെയും ഒരു കുടുംബത്തിന് ഒരു താങ്ങും തണലുമായ ഒരു പയ്യനെയുമാണ്. വളരെ മര്യാദക്കാരനും വളരെ ശാന്തശീലനുമായിരുന്നു ദീപക്. പക്ഷേ അദ്ദേഹത്തിന് എല്ലാ പ്രയാസങ്ങളുടെയും ഇടയിലും ഈ ഒരു അപമാനം, ചിലരങ്ങനെയാണല്ലോ, വളരെ സെൻസിറ്റീവായിട്ടുള്ള തൊട്ടാവാടികളായിരിക്കും. അവർക്ക് ചിലർക്ക് അപമാനം സഹിക്കാൻ പറ്റാതെ വരും. അങ്ങനെ കാരണം ഈ സ്ത്രീ ഇവരുടെ പ്രസ്റ്റിൽ ഉരുമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റീച്ച് കൂട്ടാനായിട്ടുള്ള ഒരു റീലിട്ടത് കാരണം ആ മനുഷ്യന് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു, ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരവുമല്ല, അത് വേറെ കാര്യം. പക്ഷേ ഇനിയെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ ഒരു പുരുഷ കമ്മീഷൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട്. സ്ത്രീക്ക് മാത്രമല്ല, സ്ത്രീകൾ പലയിടത്തും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ഗ്യാങ് റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. വളരെയധികം പീഡനം സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ പുരുഷനും ഈ പൊതുവേദികളിലും അല്ലാത്തിടങ്ങളിലും ഒക്കെ ഒരു സ്ത്രീ പുരുഷൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് മതിയല്ലോ അതിനെതിരായിട്ട് കേസെടുക്കാൻ. അതുകൊണ്ട് വളരെയധികം സ്ത്രീകളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളടുത്ത് ഇരയാകാതിരിക്കട്ടെ. അതിനുവേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. എനിക്ക് സഹോദരനുണ്ട്, എനിക്ക് ഹസ്ബൻഡുണ്ട്, എനിക്ക് മകനുണ്ട്. ഇവരെയൊക്കെ മുൻനിർത്തി പറയുകയാണ്, ഒരിക്കലും ഒരു സ്ത്രീയുടെ കൂടെ ഒരു ഏകാന്തമായ ഒരു സ്ഥലത്ത് ഒരു റൂമിലോ മറ്റോ ഇരിക്കാതിരിക്കുക. ഇല്ലെങ്കിൽ അവിടെ CCTVയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് വയ്ക്കുക. ഇനി അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലല്ലോ. അവൾ ശൂർപ്പണഖയാണോ സീതയാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് അതുപോലെ തന്നെ പരിശുദ്ധ യോഹന്നാൻ്റെ തലവെട്ടിയ സലോമിയുടെ ആ നിർദ്ദേശപ്രകാരമുള്ള സലോമിയാണോ എന്നും നമുക്കറിയില്ല അവൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സ്ത്രീകളെ കൂടെ ഒന്ന് പേടിക്കേണ്ടതുണ്ട്. ഈ കാലം ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പുരുഷ സുഹൃത്തുക്കളെ, പുരുഷ സഹോദരന്മാരെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ, ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവാണ്. അതുപോലെ ആക്റ്റീവായിട്ടുള്ള സ്ത്രീകളുടെ മുഖം വെട്ടിയെടുത്ത് മോർഫ് ചെയ്ത് പല വീഡിയോസും പ്രചരിപ്പിക്കാൻ ആൾക്കാർക്ക് കഴിയും. പക്ഷേ അതിലൊക്കെ വീണ് നമ്മൾ ആത്മഹത്യയിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. അതിനെ മാക്സിമം ചെറുത്ത് നിൽക്കുക. ഓരോ കുടുംബവും അവനോടൊപ്പം അല്ലെങ്കിൽ അവളോടൊപ്പം നിൽക്കുക. ഇരയാക്കപ്പെടുന്നത് അവനോ അവളോ ആണ്. ഈ സോഷ്യൽ മീഡിയയുടെ ഇന്നത്തെ കാലത്ത് പല തരം ഗെയിംസിന് വേണ്ടി ആൾക്കാർ നിങ്ങളെ ഉപയോഗിക്കാം. അത് ധനത്തിന് വേണ്ടിയായിരിക്കാം, വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയായിരിക്കാം, കുറച്ച് പ്രശസ്തി കിട്ടുന്നതിന് വേണ്ടിയായിരിക്കാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാം. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, അയാൾ മാത്രമായിട്ട് അയാൾക്ക് ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല അവരുടെ അനുവാദമില്ലാതെ. എന്നിട്ടും അയാൾ ജയിലിലടയ്ക്കപ്പെട്ടു. അതുപോലെ തന്നെ അയാളുടെ രാഷ്ട്രീയ ഭാവി കുറച്ചു കാലത്തേക്കെങ്കിലും മാറ്റി നിർത്തപ്പെട്ടു. എന്നിട്ടും അയാൾ വളരെയധികം ധൈര്യത്തോടെ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അത് അയാളുടെ വളർത്ത് ഗുണമാണ്. ഒരു നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനായതുകൊണ്ടാണ് അയാൾ അങ്ങനെ ധൈര്യപൂർവ്വം നിൽക്കുന്നത്. എന്തായാലും അയാളുടെ മനസ്സ് പിടയുന്നുണ്ടാവും, അല്ലേ? അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് സ്ത്രീകളാണെങ്കിലും സ്ത്രീകൾക്കും അങ്ങനെയൊക്കെ പറ്റാറുണ്ട്. ഇവിടെ മ്യൂസിയത്തിൽ രാവിലെ ഓടാനായിട്ട് പോയ ഒരു ഡോക്ടറെ ഏതോ സാമൂഹ്യ വിരുദ്ധൻ പീഡിപ്പിച്ചു എന്ന് കേട്ടു. അതുപോലെ തന്നെ കുറച്ച് രാത്രിയായി കഴിഞ്ഞാൽ ഇടവഴികളിൽ ഈ യവന്മാർ കാവിലിരിക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ രാവിലെ ഞങ്ങൾ ഹിന്ദി പ്രചാരസഭയുടെ അടുത്തൂടെ ഒരു വഴിയുണ്ട്.
ആ വഴിയിലാണ് ONV കുറുപ്പൊക്കെ താമസിക്കുന്നത്. ആ സമയത്തൊക്കെ ഞങ്ങൾ ഒരു 8:30-9 മണിക്ക് അവിടെ അതുവഴി പോവുകയാണെങ്കിൽ അവിടെ പത്രം ഇടുന്നവന്മാരും പാല് കൊടുക്കുന്നവന്മാരും ഒക്കെ അവന്മാരുടെ എക്സിബിഷനിസം, അവരുടെ സെക്സ് ഓർഗൻസ് മുണ്ടുയർത്തി പിടിച്ച് കാണിക്കാറുണ്ട്. അതൊന്നും അങ്ങോട്ട് നോക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങളും പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളും ബസ്സുകളിൽ പിന്നും ഇത് ഡിവൈഡറും ഒക്കെ കൊണ്ട് കുത്തി തന്നെയാണ് ഞങ്ങളും പോയിക്കൊണ്ട്, ചൂടുള്ള ചോറ് വെച്ചും ഒക്കെ തന്നെയാണ് ഞങ്ങളും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്ത്രീക്ക് കുറച്ചുകൂടി ധൈര്യത്തോടു കൂടി മുന്നോട്ട് നടക്കാം, നമ്മുടെ കേരളത്തിലെങ്കിലും. പക്ഷേ എന്നാലും പുരുഷന്മാർക്കും ഇവിടെ അതുപോലെ നടക്കണം. അവർ നമ്മുടെ സമന്മാരില്ലേ? സ്ത്രീയും പുരുഷനും ഇല്ലാതെ ഈ ലോകത്ത് അടുത്ത ജനറേഷൻ ഉണ്ടാകുകയില്ലല്ലോ. അവരെ അതുപോലെ തന്നെ നമ്മുടെ സമന്മാരായിട്ടെങ്കിലും കാണുക. നിങ്ങൾ ബഹുമാനിക്കുകയോ തലയ്ക്കോ ഉയർത്തിപ്പിടിക്കുകയോ വേണ്ട, സമന്മാരായിട്ടെങ്കിലും കാണുക. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, പുരുഷ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നിങ്ങളുടെ പ്രിക്കോഷൻസ് എടുക്കുക. ഏത് രീതിയിലാണ് രാക്ഷസിമാർ അവതരിച്ചു വരിക എന്നറിയില്ല. അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ റീച്ച് കൂട്ടുന്നതിന് വേണ്ടി അവർ നിങ്ങളെ ഉപയോഗിക്കാം. ഇല്ലാത്ത മുട്ടി ഉരുമൽ അവരുപയോഗിക്കാം. ഏത് രീതിയിലും അവർ ചിലരുണ്ട്, കാമാസക്തരായിട്ടുള്ള സ്ത്രീകളുണ്ട്. ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ അവരുടെ പ്രത്യേക ഭാഗങ്ങൾ ആണുങ്ങളുമായിട്ട് ഒരുമി നിൽക്കാറുണ്ട്. അത് കണ്ടിട്ടുണ്ട്. അതിൽ എൻ്റെ പുരുഷ സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരുമിക്കൊണ്ട് നിൽക്കും. ഒന്നുകിൽ ബാക്ക് സൈഡ് അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡ് അവരുടെ ശരീരഭാഗങ്ങളോട് ഒരുമിക്കൊണ്ട് നിൽക്കുന്ന സ്ത്രീകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. അങ്ങനെയുള്ളവരും ഉണ്ട്. അതുപോലെയുള്ള പുരുഷന്മാരുമുണ്ട്. അതുകൊണ്ടൊന്ന് ഈ തിരക്കുള്ള സമയങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബസ്സിലൊക്കെ പുരുഷന്മാരുടെ സ്ഥലവും സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സ്ഥലവുമുണ്ട്. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഉറക്കെ അലറി വിളിച്ച് കണ്ടക്ടറെ അറിയിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ളവരെ അറിയിക്കുക. അവർ നിങ്ങൾക്ക് സഹായത്തിന് വരും. ഇല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്ത് ഒരിക്കലും ജീവിതങ്ങൾ കളയരുതേ.